പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച് അങ്ങയുടെ അനന്തകാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവരുടെ നെറ്റിത്തടങ്ങളിൽ പിതാവിൻ്റെ നാമവും ക്രിസ്തുവിൻ്റെ നാമവും രേഖപ്പെടുത്തിയിരുന്നു. വിശുദ്ധിയുടെ പടവുകൾ അവർ കുഞ്ഞാടിൻ്റെ രക്തം വഴി തളിക്കപ്പെട്ടുകൊണ്ട് ചവിട്ടിക്കയറി. ആദിമ പാപം ഉണ്ടായിരുന്നവരുടെ പാപങ്ങളെ കുഞ്ഞാടിൻ്റെ രക്തം വഴി വിശുദ്ധീകരിച്ചുവെന്ന ഇന്നത്തെ വായനയിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയതിനെ ഓർത്ത് നന്ദി പറയും. വിധവയുടെ ചില്ലിക്കാശിലൂടെ സമസ്തവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കണമെന്നും അങ്ങയുടെ കൃപയുടെ നിറവായി ഞങ്ങൾ ഓരോരുത്തരും മാറണമെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കും. സമസ്തവും സമർപ്പിക്കാതെ അങ്ങേക്ക് സ്വന്തമാവുകയില്ലെന്ന് ഞങ്ങളെ ഓർമ്മിച്ച കാരുണ്യവാനായ കർത്താവേ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കുകയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപകൾ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.